പ്രണയവർണ്ണങ്ങൾ. രചന അവതരണം മിത്രവിന്ദ. ദച്ചുമോളെ കൊഞ്ചിച്ചും കളിപ്പിച്ചും ഇരിക്കുകയാണ് ഹരി. നീലിമയും ശ്രീദേവിയും അടുക്കളയിലാണ്. മുത്തശ്ശി അച്ഛനുമായി സംസാരിച്ചിരിക്കുന്നത് ഹരി കണ്ടു. അടുക്കളപ്പണിക്ക് നിൽക്കുന്ന അമ്മണി ചേച്ചിയിൽ നിന്നും സകല വിവരവും വീട്ടിലറിയും, അത് ഉറപ്പാണ്. പക്ഷേ ഇന്ന് അവർ അവധിയാണെന്ന് തോന്നുന്നു. ഇതുവരെ കണ്ടില്ലല്ലോ, അവൻ ഓർത്തു. കണ്ണൻ്റെ കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. അത് മനസ്സിലാക്കിയ കുഞ്ഞ് പുറത്തേക്ക് നോക്കി കരഞ്ഞു. ഹരി കുഞ്ഞിനെ എടുത്തുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി വന്നു. കണ്ണനെ കണ്ടതും കുഞ്ഞ് അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് കൈകാലിട്ടടിച്ചു. കുഞ്ഞിനെ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തതും ഹരി നോക്കിയത് അമ്മണി ചേച്ചിയുടെ മുഖത്തേക്കാണ്. അവർ പിന്നാമ്പുറത്തേക്ക് നടന്നു നീങ്ങുന്നത് കണ്ട് അവൻ വേഗം പുറകെ ചെന്നു. ഹരി. അപ്പോഴാണ് അച്ഛൻ്റെ വിളിയൊച്ചവൻ കേട്ടത്. എടാ, നമ്മുടെ ന്യൂ പ്രോജക്റ്റിൻ്റെ കാര്യം പറഞ്ഞ് ഇപ്പോൾ സണ്ണി അസോസിയേറ്റ് വിളിച്ചു. നീ അവരെ ഒന്ന് തിരിച്ചു വിളിക്ക്. ഓ അച്ഛാ. നീ സംസാരിച്ച കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാകും. ഓവ്. ഹരി അച്ഛനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മണി ചേച്ചി അടുക്കളയിലേക്ക് കയറുന്നതാണ് അവൻ കണ്ടത്. എല്ലാം അറിയാൻ സമയമായി. കൈവിട്ടു പോയി. അവൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ആ, അമ്മണി ചേച്ചി വന്നോ? ദേവി ചിരിച്ചു. എന്താ അമ്മണിയമ്മേ മുഖമൊക്കെ വല്ലാണ്ട്? സാമ്പാറിന് വേണ്ട കഷ്ണമൊക്കെ നുറുക്കുന്ന നീലിമ അവരെ നോക്കി. ശരിയാണല്ലോ, എന്തു പറ്റി ചേച്ചി? അവർ വിയർപ്പ് കണങ്ങൾ ഒപ്പിക്കളയുന്നത് ദേവി കണ്ടു. ദേവി മോളെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ അമ്മണി ചേച്ചി? അത് പിന്നെ കാര്യം സത്യമാണോ എന്നറിയണം, അതോ ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണോ? അമ്മണി ചേച്ചി കാര്യം പറയ്. അത് പിന്നെ എന്താണ് അമ്മയമ്മേ? എന്തായാലും പറഞ്ഞോ. നീലിമയും അവർക്കരികിൽ വന്നു. അത് മോളെ, ഇവിടുത്തെ ഹരിക്കുഞ്ഞ് ഇന്നലെ. സത്യമാണോന്നറിയില്ല, പക്ഷേ രണ്ടാളും തമ്മിൽ ഇഷ്ടമാണെന്ന് ആളുകൾ പറയുന്നു. ചിലർ പറയുന്നത് ആ കുട്ടിയെ മോൻ കയറി പിടിച്ചു, മോശമായി പെരുമാറി എന്നൊക്കെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അവർ തമ്മിൽ നേരത്തെ അടുപ്പം കാണുമെന്നാണ്. അതുകൊണ്ടല്ലേ ഹരിക്കുഞ്ഞിൻ്റെ ഒപ്പം ആ കുട്ടി വണ്ടി കയറിയത്? ദേവിമോൾ ഇത് മോനോട് ചോദിക്കണം. ഒറ്റ ശ്വാസത്തിൽ അവർ പറഞ്ഞു നിർത്തി. ദേവി സ്തംഭിച്ചു നിൽക്കുകയാണ്. ഹരി അവനിൽ നിന്ന് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. ഇനി അവർ തമ്മിൽ ഇഷ്ടമാണോ? ഇന്ന് കാലത്തെ മുതലുള്ള മകൻ്റെ മാറ്റം അവർ ഓർത്തുപോയി. ശ്രീദേവി വേഗം മകൻ്റെ മുറിയിലേക്ക് നടന്നു. നീലിമ പിറകെയും. അമ്മ സമാധാനത്തോടെ ചോദിക്കുക കേട്ടോ. നീലിമ അവരെ ആശ്വസിപ്പിച്ചു. പക്ഷേ ദേവി അതൊന്നും കേട്ടില്ല. അവർ സ്റ്റെപ്പുകൾ കയറി അവൻ്റെ മുറിയുടെ വാതിൽക്കലെത്തി. അവർ നോക്കിയപ്പോൾ ഹരി മുറിയിലില്ല. ഹരി. അല്പം ശബ്ദം കൂട്ടിയാണ് അവർ വിളിച്ചത്. അവൻ റൂമിൻ്റെ വെളിയിലെ ബാൽക്കണിയിൽ നിൽക്കുകയാണ്. മനസ്സിന് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ അവൻ സാധാരണ അവിടെയാണ് ചെന്ന് നിൽക്കാറെന്ന് ദേവിക്കറിയാം. നീ എന്താ ഇവിടെ നിൽക്കുന്നത്? നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ? ഏയ് ഇല്ലമ്മേ, ഞാൻ വെറുതെ. നീ താഴേക്കൊന്ന് വരൂ. അവരതും പറഞ്ഞുകൊണ്ട് വെട്ടിത്തിരിഞ്ഞു പോയി. അമ്മ ആകെ ദേഷ്യത്തിലാണ്. എല്ലാവരെയും ഇങ്ങനെ ഫേസ് ചെയ്യും. ആകെ നാണക്കേടായി. ഹരി വീണ്ടും ദേവിയമ്മ വിളിക്കുന്നത് കേട്ടു. അവൻ താഴേക്ക് ഇറങ്ങിച്ചെന്നു. എന്താ ദേവി, നീ കാര്യം പറ. ഗോമിതാദൻ പറഞ്ഞുവെങ്കിലും ദേവി കൈകൾ രണ്ടും പിണച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. എല്ലാവരും ഉണ്ട് ഹാളിൽ. മുത്തശ്ശി, ഏട്ടൻ, ഏടത്തി, അച്ഛൻ. ഓ, എന്തു പറയൂ എൻ്റെ കൃഷ്ണ. എടാ, നീ ഇന്നലെ ഓഫീസിൽ പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചോ? മുഖമുറി ഇല്ലാതെ അവർ ചോദിച്ചു. എന്ത്? നിനക്കൊന്നും അറിയില്ലേ? ഇല്ല, അവൻ കൂസാതെ പറഞ്ഞു. ഹരി. ദേവിക്ക് ദേഷ്യം വന്നു. എന്താ അമ്മേ, അമ്മയ്ക്ക് എന്തു പറ്റി? അവൻ അറിയാത്ത ഭാവത്തിൽ ചോദിച്ചു. ഇന്നലെ നിന്റെ കാറിൽ ഏതെങ്കിലും പെൺകുട്ടി ഉണ്ടായിരുന്നോ? അതാണ് എനിക്കറിയേണ്ടത്. ഗോമിതാദനും കണ്ണനും മുത്തശ്ശിയുമൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. നീ എന്താണ് ദേവി ഇവനോട് ചോദിക്കുന്നത്? ഗോപിനാഥൻ മനസ്സിലാകാത്ത മട്ടിൽ ശ്രീദേവിയെ നോക്കി. ഏട്ടാ, 1 മിനിറ്റ് കൊണ്ട് ഞാൻ ഇവനെ കൊണ്ട് പറയിക്കും എന്താണ് നടന്നതെന്ന്. ദേവി ഭർത്താവിനെ നോക്കി. ഹരി മുഖം കുനിച്ചു നിൽക്കുകയാണ്. എടാ ഹരി, നിന്നോടാണ് ചോദിച്ചത്. ഇന്നലെ നിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടി ആരാ? അവളും നീ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്നോട് സത്യം മാത്രമേ പറയാവൂ. ഹരി, ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ മോനെ? ഗോപിനാഥൻ മകൻ്റെ അരികിലേക്ക് വന്നു. അവൻ്റെ മുഖം കണ്ടാൽ അറിയില്ലേ ഗോപിയേട്ട? എടാ, സത്യം പറ, ആരാണ് ആ പെൺകുട്ടി? ദേവി അവൻ്റെ ചുമലിലും പിടിച്ചു കുലുക്കി. അത് ഗൗരിയായിരുന്നമ്മേ. അവൻ തല ഉയർത്താതെയാണ് പറഞ്ഞത്. ആരാണ് ഗൗരി? ആ കുട്ടിയും നീയും തമ്മിൽ എന്താ ബന്ധം? ഞങ്ങൾക്കെല്ലാവർക്കും അതറിഞ്ഞേ തീരൂ. ശ്രീദേവിക്ക് അവനെ വിടാൻ ഒരുക്കമല്ലായിരുന്നു. അതമ്മേ, ഗൗരി.
അവൾ ആരാണെന്നാണ് ഞങ്ങൾ നിന്നോട് ചോദിച്ചത്. നീയും ആ കുട്ടിയും തമ്മിൽ ഇഷ്ടത്തിലാണോ? അവളുടെ വീട് എവിടെയാ? അത് എല്ലാവരും എന്നോട് ക്ഷമിക്കണം. നിങ്ങളാരും വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. അവൻ നടന്ന കാര്യങ്ങൾ വീട്ടിൽ അവതരിപ്പിച്ചു. പക്ഷേ അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് അവൻ പറഞ്ഞില്ല. മഴ പെയ്തപ്പോൾ അവൾ വണ്ടിയിൽ കയറിയെന്നും പിന്നീട് ആളുകൾ വളഞ്ഞുവെന്നുമാണ് അവൻ പറഞ്ഞത്. താൻ ഇത്തിരി മദ്യപിച്ചതുകൊണ്ട് 2-3 ആളുകൾ അവൾക്ക് തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. എല്ലാവരും സ്തംഭിച്ചിരിക്കുകയാണ് ഹരിയുടെ വാക്കുകൾ കേട്ട്. എന്നാലും എൻ്റെ ഹരിക്കുട്ട, ഇത് വേണ്ടായിരുന്നു മോനെ. മുത്തശ്ശിക്ക് വല്ലാത്ത സങ്കടമായിരുന്നുവെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഹരി, ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം വെച്ചാണ് നീ കളിച്ചത്. അവിടെ കൂടിയിരുന്ന എല്ലാ ആളുകളുടെയും മുൻപിൽ അവൾ തെറ്റുകാരിയായില്ലേ? അവളുടെ വീട് എവിടെയാ? നിനക്ക് എന്തെങ്കിലും അറിയാമോ? ഇല്ല അച്ഛാ. ഒരു പെൺകുട്ടിയുടെ ശാപം ഈ തറവാട്ടിൽ ഒരിക്കലും പതിക്കാൻ പാടില്ല. ദേവി, അമ്മണി ചേച്ചിയോട് വരാൻ പറ. അവർക്കറിയോ കുട്ടിയുടെ വീട്? ഞാൻ ചോദിച്ചില്ല ചേട്ടാ. അമ്മണി ചേച്ചിയെ ഞാൻ വിളിക്കാം. നീലിമേ, അമ്മണി ചേച്ചി ഒന്ന് ഇങ്ങോട്ട് വിളിക്കൂ. അവൾ വേഗം അടുക്കളയിലേക്ക് പോയി. അമ്മണി ചേച്ചി, ചേച്ചിയോട് ആരായി കാര്യങ്ങളൊക്കെ പറഞ്ഞേ? ചേച്ചി അറിയോ പെൺകുട്ടിയെയും അവളുടെ വീട്ടുകാരെയും? എനിക്കറിയാം കുഞ്ഞേ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് അവിടെ വീട്. ഗൗരി എന്നാ കുട്ടിയുടെ പേര്. ചേച്ചി എന്താ അറിഞ്ഞത്? അത് പിന്നെ ഇവിടുത്തെ ഹരിക്കുഞ്ഞും ആ ഗൗരിയും തമ്മിൽ ഇഷ്ടമാണെന്ന് ആളുകളൊക്കെ പറയുന്നു. അവളുടെ വീട്ടിലാരൊക്കെയുണ്ട്? ആ കുട്ടിയുടെ അച്ഛനും അമ്മയും, പിന്നെ മൂത്ത ചേച്ചിയെ കല്യാണം കഴിപ്പിച്ചയച്ചു. അവളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞോ? പരീക്ഷ കഴിഞ്ഞ് നിൽക്കുക. എന്താണ് പഠിച്ചതെന്നൊന്നും എനിക്കറിയില്ല. ശരി, അമ്മണി ചേച്ചി പൊയ്ക്കോളൂ. ഗോപിനാഥൻ പറഞ്ഞതും അവർ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് വലിഞ്ഞു. കണ്ണ, നീ ഇങ്ങോട്ടൊന്ന് വന്നേ. അയാൾ കണ്ണനെ വിളിച്ചുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് പോയി. എന്താണച്ചാ? അവനും അവൻ്റെ പുറകെ വന്നു. കണ്ണ, നമുക്ക് ആ കുട്ടിയുടെ വീട് വരെ ഒന്ന് പോകണം. അവളും ഹരിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഹരി പറഞ്ഞത് പൂർണ്ണമായും വിശ്വസിച്ചുകൂടാ. അവൻ പറയുന്നതിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട്. അവൻ അവളെ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ദ്രോഹിച്ചെങ്കിൽ നമുക്ക് അവരോട് ക്ഷമ പറയണം. ഈ കുടുംബത്തിൽ ഇന്നുവരെ ഒരു പെൺകുട്ടിയുടെ കണ്ണുനീരും ശാപവും വീണിട്ടില്ല. അച്ഛൻ പറഞ്ഞാൽ മതി, നമുക്ക് പോകാം. ദേവിയെ കൂടെ കൂട്ടാം. ശരി അച്ഛാ. ദേവി, അയാൾ വിളിച്ചപ്പോഴേക്കും ശ്രീദേവിയും മുറിയിലേക്ക് വന്നു. ഹരി എവിടെ? അവനവിടെയുണ്ട്. എന്താണ് ഏട്ടാ? നിൻ്റെ മകൻ പറഞ്ഞത് കേട്ടോ? നിനക്ക് എന്ത് തോന്നി? നമുക്ക് ആ കുട്ടിയുടെ വീട് വരെ ഒന്ന് പോകണം. അവളെ നേരിക്കണ്ട് നമുക്ക് സംസാരിക്കാം. അയാളൊന്ന് ഇരുത്തി മോളി. അമ്മണി ചേച്ചി പറഞ്ഞത് ആളുകൾ പലവിധ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണെന്നാണ്. ഇപ്പോൾ തന്നെ ആ പെൺകുട്ടിയെക്കുറിച്ച് ഒരുപാട് മോശം സംസാരമാണ് നാട്ടിൽ നടക്കുന്നത്. നമുക്ക് എന്തായാലും അവിടെ വരെ ഒന്ന് പോകാം. അച്ഛനും അത് തന്നെയാണ് പറഞ്ഞത്. നമുക്ക് 3 പേർക്കും കൂടി ഒന്ന് പോയിട്ട് വരാം. കണ്ണൻ പറഞ്ഞു. ദേവി, വേഗം റെഡി ആയിക്കോ. തൽക്കാലം അവനോടിത് പറയണ്ട. ശരിയേട്ടാ, ഞാൻ അമ്മയോടും നീലിമയോടും ഒന്ന് പറഞ്ഞിട്ട് വരാം. കണ്ണ, എങ്കിൽ നീ പോയി റെഡിയാവുക. ഹരിയെ ഞാൻ വിളിക്കുന്നു കൂടി പറ. അയാൾ തൻ്റെ കൈകൾ ജനൽ കമ്പിയിൽ അമർത്തി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി. അച്ഛാ, നീ വാ, ഇവിടെ വന്നിരിക്കുക. അയാൾ ചൂണ്ടിക്കാണിച്ച കസേരയിൽ ഹരി വന്നിരുന്നു. ഹരി, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ? അതോ അതിലെന്തെങ്കിലും? ഇല്ല അച്ഛാ. നീ അവളെ ആദ്യമായിട്ടാണോ കാണുന്നത്? ഇടയ്ക്ക് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. നീയും അവളും തമ്മിൽ ഇഷ്ടമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല അച്ഛാ. നീ അവളെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാൻ വല്ലതും ശ്രമിച്ചോ? അയാൾ മകൻ്റെ കണ്ണിലേക്ക് നോക്കി. ഇല്ലച്ഛാ, അവൻ മുഖത്ത് നോക്കാതെയാണ് പറഞ്ഞത്. നീ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കളവ് പോലും ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ ഈ അച്ഛൻ്റെ മറ്റൊരു മുഖമായിരിക്കും ഇനി മോൻ കാണുന്നത്. അറിയാലോ അച്ഛനെ? ശരി, നീ നിൻ്റെ മുറിയിലേക്ക് കയറിപ്പോക്കും. അവൻ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു. അപ്പോഴേക്കും ദേവി റെഡിയാകാനായി മുറിയിലേക്ക് വന്നു. നീ റെഡിയായി വരൂ, ഞാൻ പുറത്ത് കാണും. അയാൾ അതും പറഞ്ഞുകൊണ്ട് സിറ്റ് ഔട്ടിലേക്ക് പോയി. തുടരും.